തിരികെ വാർത്തയിലേക്ക്. സ്പാർഡക്സ് ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഡോക്കിംഗ് പരീക്ഷണം മാറ്റിവെച്ചു. നാളെ നടത്താനിരുന്ന പരീക്ഷണം മാറ്റിവെക്കുന്നതായി ഇസ്രോ അറിയിച്ചു. ഉപഗ്രഹങ്ങൾ തമ്മിൽ ദൂരം കുറച്ചു കൊണ്ടുവരുന്നതിന്റെ വേഗം കൂടിയതിനെ തുടർന്നാണ് തീരുമാനം. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഏത് സാഹചര്യത്തിലാണ് പരീക്ഷണം മാറ്റിയത്? സുരേഷ്, നിലവിലെ സാഹചര്യത്തിൽ അല്പസമയം മുമ്പാണ് പരീക്ഷണം നീട്ടിവെച്ചത്. നാളെ 8 മണിക്ക് നടക്കാനിരുന്ന ഡോക്കിംഗ് പരീക്ഷണമാണ് നീട്ടിവെച്ചതായി ISRO അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ വിക്ഷേപണത്തിന് ശേഷം 20 കിലോമീറ്റർ അകലത്തിൽ 2 ഉപഗ്രഹങ്ങളും ഒന്നിനു പുറകെ ഒന്നായി 470 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അകലം കാര്യക്ഷമമായി കുറച്ചു കൊണ്ടുവരുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഏതാണ്ട് രാവിലെയോടെ തന്നെ ഈ അകലം 20 കിലോമീറ്ററിൽ നിന്നും 500 മീറ്ററിലേക്ക്, അതായത് 1/2 കിലോമീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുവരുന്നു. വിജയകരമായി ചുരുക്കി കൊണ്ടുവന്നിരുന്നു. പിന്നീട് 1/2 കിലോമീറ്ററിൽ നിന്നും 225 മീറ്ററിലേക്ക്, അതായത് വീണ്ടും ചെറിയൊരു അകലത്തിലേക്ക് ചുരുക്കുന്നതിനുള്ള നീക്കങ്ങൾ, 500-ൽ നിന്നും 225 മീറ്ററിലേക്ക് ചുരുക്കുന്ന ആ ഒരു ഡ്രിഫ്റ്റ് നടത്തുന്ന സമയത്താണ് ഉദ്ദേശിച്ചതിൽ കൂടുതൽ ഉപഗ്രഹം, അതായത് ഈ ചേസർ ഉപഗ്രഹം, ടാർഗറ്റ് എന്ന ഉപഗ്രഹവും ചേസർ എന്ന ഉപഗ്രഹവുമാണ് ഈ ദൗത്യത്തിലുള്ളത്. ടാർഗറ്റിൽ ചേസർ ഉറപ്പിക്കുന്നതാണ് ഈ ഡോക്കിംഗ് ദൗത്യം. ഈ ചേസർ ഉപഗ്രഹം ടാർഗറ്റിലേക്ക് എത്തുന്നതിന്റെ അകലം 225 എന്ന് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയത് അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോയ ഒരു സാഹചര്യമായിരുന്നു. അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്കറിയാവുന്നതാണ്, അത്തരത്തിൽ കൂടുതൽ അടുത്തെത്തുന്നതോടുകൂടി പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സാറ്റലൈറ്റുകൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതാണ്, അവസാന ഘട്ടത്തിൽ 1 സെക്കൻഡിൽ 1 സെന്റിമീറ്റർ അകലത്തിലാണ് ദൂരം മാത്രമാണ് ഈ സാറ്റലൈറ്റുകൾ ഡോക്കിംഗ് സമയത്ത് സഞ്ചരിക്കുക. ആ ഒരു അകലത്തിൽ കൃത്യമായി എത്തിക്കുന്നതിലെ സാങ്കേതികമായ പരാജയം ഇപ്പോൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വേഗതയിൽ സാറ്റലൈറ്റുകൾ പരസ്പരം കൂടിച്ചേരാനുള്ള സാധ്യതയുള്ളതിനാലാണ് നീട്ടിവെച്ചത് എന്നാണ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. അടുത്ത തീയതി ഉടൻ അറിയിക്കുമെന്നും ISRO അറിയിക്കുന്നുണ്ട്. സുരേഷ്, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.